ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ ആണ് ഇക്വേഷൻസ്. ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത് 4 to 8 മാർക്സ് ആണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ 85 to 95% ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ എന്ന ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ നോക്കുന്നത് ആ ഒരു മെത്തേഡിലായിരിക്കും ചാപ്റ്റർ നോക്കുന്നുണ്ടാവുക. ആൻസറിന് എങ്ങനെ ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലായിരിക്കും ചാപ്റ്റർ പോകുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഇക്വേഷന്, സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷന്, ക്വാഡ്രാറ്റിക് ഇക്വേഷന്, അതേപോലെ തന്നെ ക്യൂബിക് ഇക്വേഷന്. ഓക്കെ അല്ലേ? ക്യൂബിക് ഇക്വേഷൻ, ഇങ്ങനെ 4 ടോപ്പിക്കാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റത്തെ ടോപ്പിക് ആയിട്ടുള്ള സിമ്പിൾ ഇക്വേഷൻസ്. സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത് എ സിമ്പിൾ ഇക്വേഷൻ ഇൻ വൺ അൺനോൺ എക്സ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ എക്സ് പ്ലസ് ബി. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞ എഴുതുന്നതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയാം. ഈ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു അൺനോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എ 5x plus 7 is equal to 0. ഇതിൽ നമുക്ക് എക്സിന്റെ വാല്യൂ മാത്രമേ അറിയാത്തതുള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആൾജിബ്രിക് ഫോർമാറ്റ് മാത്രം വരുന്നതിനെയാണ് സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയാം. ഒന്നെങ്കിൽ എക്സ് മാത്രം, അല്ലെങ്കിൽ വൈ മാത്രം, അല്ലെങ്കിൽ സെഡ് മാത്രം, ഒന്ന് മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയാം. 5x plus 7 is equal to 0. ഇതാണ് ഒരു എക്സാമ്പിൾ. പിന്നെ അടുത്ത 5x plus 7 divided by 4 is equal to 7x plus 10 divided by 2. ഈ ഒരു ഇക്വേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. അങ്ങനെ ഒരു ആൾജിബ്രിക് ഫോർമാറ്റ് മാത്രമാണ് നമുക്ക് അറിയാത്തതെന്നുണ്ടെങ്കിൽ അതിനെയാണ് സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് പഠിക്കാനുള്ളതാണ് സിമ്പിൾ ഇക്വേഷന്. സിമ്പിൾ ഇക്വേഷനിൽ ഫസ്റ്റത്തെ ടോപ്പിക് ആണ് ദ ഇക്വേഷൻ -7x plus 1 equal to 5 minus 3x will be satisfied for x equal to. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യാം? -7x plus 1 equal to 5 minus 3x. ഓക്കെ, ഈ -7 എക്സിനൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാണ്, എക്സ് ഇല്ലാത്തതിനൊക്കെ വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഓൾറെഡി 1 ഉണ്ട്, ആ 1 ഞാൻ ഇവിടെ വെച്ച് ഈ 5 ഇങ്ങോട്ട് വരുമ്പോൾ -5 ആയി. ഇവിടെ -3x ഉണ്ട്. അപ്പോൾ -7x അങ്ങോട്ട് പോകുമ്പോൾ +7x ആയിട്ട് മാറും. ഓക്കെ അല്ലേ? 1 - 5 എന്ന് പറഞ്ഞാൽ -4 ഈസ് ഈക്വൽ ടു ഇവിടെ 4x എന്ന് വരും. എനിക്ക് x മാത്രം മതി. ഈ ഇൻറ്റു എക്സ് അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 4 ആയിട്ട് മാറും. -4 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു -1 എന്ന് വരും. -4 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ x ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. ഓക്കെ അല്ല? അപ്പോൾ ആൻസർ വരാം -1. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ വേറൊരു മെത്തേഡ്. ഇപ്പം സപ്പോസ് ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് ഇതിൽ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റൂട്ട് ഓഫ് ദി ഇക്വേഷൻ. റൂട്ട് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂനാണ് റൂട്ട് എന്ന് പറയാം. റൂട്ട് എന്ന് പറയുന്നത് എന്തിനാണ്? എക്സിന്റെ വാല്യൂവിനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? എക്സിന്റെ വാല്യൂവിനാണ് റൂട്ട് എന്ന് പറയാം. അപ്പൊ ഇതിൽ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 3 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ള കേട്ടോ. പിന്നെ അടുത്ത +4x - 5 ഡിവൈഡഡ് ബൈ 4 × 3 12 ഈസ് ഈക്വൽ ടു 11 എന്ന് വരും. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അങ്ങനെ കുറച്ചധികം സ്റ്റെപ്പും കാര്യങ്ങളിലേക്ക് പോകും. അപ്പൊ അതിന് പകരം നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആൻസർ എന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകും. ഈ 4 ഓപ്ഷൻ അല്ലാണ്ട് അഞ്ചാമത്തെ ഒരു ഓപ്ഷൻ വരില്ലല്ലോ. അപ്പൊ നമ്മൾ ആൻസർ എന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ 20 അല്ലേ? അപ്പൊ ഞാൻ എക്സിന് 20 എന്ന് കൊടുക്കാണ്. അപ്പൊ കാൽക്കുലേറ്റർ എടുക്കാം. കാൽക്കുലേറ്റർ എടുത്തിട്ട് 20 + 4 ഡിവൈഡഡ് ബൈ 4 എന്ന് ഡയറക്റ്റ് കൊടുക്കുക. അപ്പൊ 6 എന്ന് കിട്ടും. 20 + 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് പിന്നെ അടുത്ത എക്സിന് 20 എന്ന് കൊടുക്കും. അപ്പൊ 20 - 5 15 വരും. 15 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 5 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ എന്താ വന്നിട്ടുള്ളത്? 6 + 5 എന്ന് വന്നു. 6 + 5 എന്ന് പറഞ്ഞാൽ 11 അല്ലേ? ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല, 11 എന്ന് കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ അല്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 10 ആണ് ഓപ്ഷൻ ബി പറയുന്നത്. 10 ചെയ്യുന്ന സമയത്ത് 10 + 4 എന്ന് പറഞ്ഞാൽ 14 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 10 - 5 എന്ന് പറഞ്ഞാൽ 5/3 വരും. കാൽക്കുലേറ്റർ എടുത്തിട്ട് 14 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 3.5 പ്ലസ് 5/3 എന്ന് പറഞ്ഞാൽ 1.6666 എന്ന് വരും. 1.66 പ്ലസ് 3.5
ദാറ്റ് മീൻസ് 5.16 ആണ് വരുന്നത്. 11 കിട്ടുന്നില്ലല്ലോ, അപ്പൊ ഓപ്ഷൻ ബി അല്ല. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ആൻസർ എന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഇനിയിപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ എന്താണ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി? ഇത് ഡിനോമിനേറ്ററിൽ 13 അല്ലേ, ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടാൽ എന്താവും? എക്സ് ഈസ് ഈക്വൽ ടു 2/45 ഇൻറ്റു 13 ചെയ്താൽ മതി. ഇതിൽ ആൻസറിന് ക്വസ്റ്റ്യനിലേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഡയറക്റ്റ് 2 ഇൻറ്റു 13 ഡിവൈഡഡ് ബൈ 45. എക്സ് ഈസ് ഈക്വൽ ടു 1.333333 എന്ന് വരും. ഓക്കെ അല്ല? ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എക്സ് 5 എന്നാണ് പറയുന്നത്. 5 അല്ലല്ലോ, 1.33 അല്ല എക്സിന്റെ വാല്യൂ വരുന്നത്. ബി എന്ന് പറഞ്ഞാൽ 7 അല്ല വരുന്നത്, അപ്പൊ അതുമല്ല. ഓപ്ഷൻ സി 1. ഇതിന്റെ അർത്ഥം എന്താണ്? 1 ഇൻറ്റു 1/2 എന്നാണോ? 1 ഇൻറ്റു 1/2 എന്നല്ല, 1 ഇൻറ്റു 1/2 എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? അത് 1/3 എന്ന് മാത്രമായിട്ട് മാറും. 1 ഇൻറ്റു 1/3 ആണെന്നുണ്ടെങ്കിൽ അത് 1/3 എന്ന് മാത്രമായിട്ട് മാറും. ഇതിന്റെ അർത്ഥം 1 പ്ലസ് 1/3 എന്നാണ് കേട്ടോ. ഈ ഓപ്ഷൻ സിന്റെ അർത്ഥം എന്താണ്? 1 പ്ലസ് 1/3 എന്നാണ്. 1 പ്ലസ് 1/3 എന്നാണെന്നുണ്ടെങ്കിൽ 1/3 എന്ന് കാൽക്കുലേറ്ററിൽ അടിക്കുക. അപ്പൊ 0.3333 എന്ന് വരും. പ്ലസ് 1 എന്ന് ചെയ്യുക. 1/3 എന്ന് കാൽക്കുലേറ്ററിൽ കൊടുക്കുക, പിന്നെ പ്ലസ് 1 എന്ന് കൊടുക്കുക. അപ്പൊ 1.3333 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇങ്ങനെയാണ് ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാനുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യനും സെയിം തന്നെ. ഇതിൽ ഓപ്ഷനിൽ എക്സിന് വാല്യൂ കൊടുത്തൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഈക്വൽ ആയിട്ടാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ 6 അല്ല പറയുന്നത്. 6 പ്ലസ് 24 എന്ന് പറഞ്ഞാൽ 13 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 6 എന്ന് വരും. ഇവിടെ എക്സിന് 6 എന്ന് കൊടുത്താൽ 6 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 5.5 ആ വരുന്നത്. ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ അല്ലല്ലോ. ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി 10 അല്ല. 10 വരുമ്പോൾ 10 പ്ലസ് 24 34 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 6.8 എന്ന് വരും. ഇവിടെ എക്സിന് 10 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 4 എന്ന് വരും. 6.5 എന്നാണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബിയോ അല്ല. ഇനി 16 കൊടുത്തോക്കാം. 16 പ്ലസ് 24 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 8 കിട്ടും. ഇവിടെ റൈറ്റ് സൈഡിൽ ഇനി എക്സിന് 16 എന്ന് കൊടുത്താൽ 16 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 4 കിട്ടും. 4 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 8 കിട്ടും. 8 ഈസ് ഈക്വൽ ടു 8. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, 8 ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. ഇതിൽ ഏത് സൊല്യൂഷൻ ആണ് 8 വരുന്നത്? ദാറ്റ് മീൻസ് ആൻസർ 8 വരുന്നതെന്നാണ് അർത്ഥം. ആൻസർ 8 വരുന്നത് നല്ല അർത്ഥം മീൻസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഇതിൽ ഏതിനാണ് എക്സിന് 8 എന്ന് വാല്യൂ വരുന്നത്? ഇതിൽ ഏത് ഇക്വേഷനിലാണ് എക്സിന് 8 എന്ന് വാല്യൂ വരുന്നതെന്നാണ് അർത്ഥം. 8 ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. ഇതിൽ ഏത് ഇക്വേഷനിലാണ് സൊല്യൂഷന് 8 ആയിട്ട് വരുന്നത് എന്ന്. ദാറ്റ് മീൻസ് ഇതിന് 8 എന്ന് കൊടുത്തു നോക്കാം. അപ്പൊ 11 കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ഇതിന് 8 എന്ന് കൊടുക്കുക, രണ്ട് സൈഡും ഈക്വൽ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 8 കൊടുക്കുക, 4 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ 8 കൊടുക്കുക, 8 കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ ചെക്ക് ചെയ്യുന്ന സമയത്ത് റോങ് ആയിരിക്കും. 8 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 12 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 3 കിട്ടും. 8 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 3, 3/3 എന്ന് പറഞ്ഞാൽ 1, 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4 അല്ലേ, 11 അല്ലല്ലോ. ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കുന്ന സമയത്തും ഓപ്ഷൻ സി നോക്കുന്ന സമയത്തും ആയിരിക്കില്ല. ഓപ്ഷൻ ഡി നോക്കുന്ന സമയത്തും സാറ്റിസ്ഫൈഡ് ആവില്ല. ഓപ്ഷൻ ബി നോക്കുന്ന സമയത്ത് 8 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 12 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 6 കിട്ടും. 8 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 18 കിട്ടും. 18 ഡിവൈഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. 8 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 8 സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? ഇതേമാതിരി തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത് കേട്ടോ. ഇതും ഇതേമാതിരി തന്നെ ഓപ്ഷൻ എടുത്ത് കൊടുത്തു നോക്കാം. -1/7 ആണ് സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളത്. ഓക്കെ അല്ലേ? -1/7 ആണ് സാറ്റിസ്ഫൈഡ് ആവുന്നത് വൈക്ക് കൊടുക്കുന്ന സമയത്ത്. -1ഉം 7ഉം 1ഉം സാറ്റിസ്ഫൈഡ് ആവാത്തത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും. -1/7 ആണെന്നുള്ളത്. പക്ഷെ എന്നാലും ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യാം. -1/7 പ്ലസ് 11 ഡിവൈഡ് ബൈ 6 കാൽക്കുലേറ്ററിൽ കൊടുക്കാം. ഞാൻ ഫസ്റ്റ് 1/7 എന്ന് കൊടുക്കാണ്. സൈന് മാറ്റി കൊടുക്കാം കേട്ടോ. 1/7, 7ന്റെ സൈന് മാറ്റി കൊടുത്താൽ അത് നെഗറ്റീവ് ആയിട്ട് മാറും. പ്ലസ് 11 കൊടുത്തു, ഡിവൈഡഡ് ബൈ 9 കൊടുത്തു. 1.2063 എന്നാണ് വന്നിട്ടുള്ളത്. ഞാൻ M+ അടിച്ച് മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചു. ഈ കിട്ടിയിട്ടുള്ളത് M+ അടിച്ച് ഞാൻ മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് വീണ്ടും വൈക്ക് പകരം -1/7 എന്ന് കൊടുക്കുന്നത്. 1/7 സൈന് മാറ്റി കൊടുത്തു. പ്ലസ് 1
1/7 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 9 ചെയ്തു. ഇത് മൈനസ് അല്ലേ, ഇത് തമ്മിൽ മൈനസ് അല്ലേ ചെയ്യേണ്ടത്, തമ്മിൽ മൈനസ് അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത് ഞാൻ എം മൈനസ് ആണ് ചെയ്യുന്നത്. എനിക്ക് കുറയ്ക്കാണ് ചെയ്യേണ്ടത്. കുറയണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എം മൈനസ് ചെയ്യാം. എം മൈനസ് ചെയ്യുമ്പോൾ അത് മെമ്മറിയിൽ നിന്ന് മൈനസ് ആയിട്ട് മാറും. എം മൈനസ് ചെയ്തു, മെമ്മറിയിൽ നിന്ന് മൈനസ് ആയിട്ട് മാറി. അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് 1.11111 എന്നാണ് MRC അടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1.11111 ആണ് വരുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ ചെക്ക് ചെയ്യണേ. ഓക്കെ അല്ലേ, റൈറ്റ് ഹാൻഡ് സൈഡ് ചെക്ക് ചെയ്യുന്ന സമയത്തും സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ, അപ്പൊ എന്താ ആൻസർ എന്താ വരാ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചെക്ക് ചെയ്ത് നോക്കട്ടോ. 1/7 സൈന് മാറ്റി കൊടുക്കുക, പ്ലസ് 7 ഡിവൈഡഡ് ബൈ 4 1.7142 നാട്ട് കിട്ടുക. രണ്ട് സൈഡിൽ 1.7142 നാട്ട് കിട്ടുക. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ 1.7142 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ, ഫസ്റ്റത്തെ ചെയ്യുന്ന സമയത്ത് 1/7 സൈന് മാറ്റി കൊടുക്കുക, പ്ലസ് 11 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ 1.8 ആട്ടോ. 1.80952 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. അത് ഞാൻ M+ അടിച്ചു മെമ്മറിയിൽ സേവ് ചെയ്തു. പിന്നെ അടുത്ത 1/7 സൈന് മാറ്റി കൊടുത്തു, പ്ലസ് 1 ഡിവൈഡ് ബൈ 9 ചെയ്യുന്ന സമയത്ത് 0.0952 എന്ന് കിട്ടും. അത് M- അടിച്ചു മെമ്മറിയിൽ നിന്ന് മൈനസ് ചെയ്തു. അപ്പോൾ MRC എടുക്കുന്ന സമയത്ത് 1.71428571 തന്നെ കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ, ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യനും സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യനിൽ കിട്ടുമൊക്കെ പിന്റെ വാല്യൂ ഏതാണെന്ന് സാറ്റിസ്ഫൈഡ് ആവുന്നതും ചെക്ക് ചെയ്താൽ മതി. പിക്ക് 6 കൊടുത്തു നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. 7 കൊടുത്തു നോക്കുക കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 5 കൊടുത്തു നോക്കുക കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് 3 കിട്ടുന്നില്ലെങ്കിൽ നൺ ഓഫ് ദിസ് ആയിരിക്കും ആൻസർ വരാം. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യന് സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. എക്സിന് 1 കൊടുക്കുക, 2 കൊടുക്കുക, 5 കൊടുക്കുക, 7 കൊടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ കിട്ടുന്ന എന്നാണ് റൈറ്റ് സൈഡിലും കിട്ടും, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെയിം എന്നാണ് കിട്ടുന്നത് നോക്കിയാൽ LHS സൈഡും RHS സൈഡും, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടുന്നതും റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടുന്നതും സെയിം ആണോ നോക്കിയാൽ മതി. ഓക്കെ അല്ല. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, pick up the correct value x for which x divided by 0.5 minus 1/0.05 plus ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ, ഇതിൽ എക്സിന്റെ വാല്യൂ എന്താണ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ 1/0.05 വാല്യൂ കണ്ടുപിടിക്കുകയാണേ. ഇതിന്റെ വാല്യൂ 20 എന്നാണ് വരുന്നത്. ഇതിന്റെ വാല്യൂ എന്താ വരുന്നത്, 20 എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ, ഇനി അതേമാതിരി 1 ഡിവൈഡഡ് ബൈ 0.05 വാല്യൂ ഞാൻ കണ്ടുപിടിക്കുകയാണ്. ഇതിന്റെ വാല്യൂ വരുന്നത് 2000 എന്നാണ് ഇതിന്റെ വാല്യൂ വരുന്നത്. ഞാൻ അത് ചേഞ്ച് ചെയ്തിട്ട് അപ്പോൾ 1.05 മൈനസ് 20 പ്ലസ് എക്സ് ബൈ 0.005 മൈനസ് 2000 എന്നാക്കി. ഓക്കെ അല്ലേ, ചെയ്യാനുള്ള ഒരു കംഫർട്ടബിളിന് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്തേ ഉള്ളൂ. ഫസ്റ്റ് ഓപ്ഷന് 0 എന്നല്ല പറയുന്നത്. എക്സിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് 0 എന്ന് എടുത്തത് മൊത്തത്തിൽ 0 ആയിട്ട് മാറൂല. ഡിനോമിനേറ്ററിലോ ന്യൂമറേറ്ററിലോ 0 വന്നാൽ ഇത് മൊത്തത്തിൽ 0 ആയിട്ട് മാറും. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക, മൈനസ് 20 മൈനസ് 2000 0 എന്ന് കിട്ടുമോ, ഒരിക്കലും 0 എന്ന് കിട്ടില്ല. മൈനസ് 20 മൈനസ് 2000 ചെയ്താൽ മൈനസ് 2020 കിട്ടുള്ളൂ അല്ലെ, 0 എന്ന് കിട്ടൂലല്ലോ. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഇനി ഞാൻ എക്സിന് 1 എന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ്. എക്സിന് 1 എന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ്. എക്സിന് 1 എന്ന് കൊടുക്കുന്ന സമയത്ത് 1/0.5 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. 2 മൈനസ് 20 പ്ലസ് ഇവിടെ 1 എന്ന് കൊടുത്താൽ 200 എന്ന് കിട്ടും. 1 ഡിവൈഡ് ബൈ 0.05 എന്ന് പറഞ്ഞാൽ 200 എന്ന് കിട്ടും. മൈനസ് 2000 ഇത് കാൽക്കുലേറ്ററിൽ അടിക്കാം. ബോർഡ് മാസ് പ്രകാരം ഫസ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ 2ഉം 200ഉം കൂടി ചെയ്താൽ 202 എന്ന് കിട്ടും. പിന്നെ മൈനസ് 220 എന്ന് ചെയ്യാം. 202 മൈനസ് 220 എന്ന് ചെയ്താൽ മൈനസ് 1818 എന്ന് കിട്ടുക. 0 എന്ന് കിട്ടുമോ, 0 എന്ന് കിട്ടൂല. അപ്പൊ 1 അല്ല, എക്സിന് 1 ഒന്നും അല്ല വരാം. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഞാൻ എക്സിന് 10 എന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ്. 10 ഡിവൈഡ് ബൈ 0.5 10 ഡിവൈഡ് ബൈ 0.5 എന്ന് പറയുമ്പോൾ 20 എന്ന് വരും. ഓക്കെ അല്ല. മൈനസ് ഇനി അടുത്ത 10 ഡിവൈഡ് ബൈ 1.005 അപ്പോൾ പ്ലസ് 2000 എന്ന് വരും. മൈനസ് 2000
0 എന്നല്ല വരാം, ഇതും ഇതും ക്യാൻസലായി, ഇതും ക്യാൻസലായി 0 എന്ന് വരും. ദാറ്റ് മീൻസ് സി ആണ് കറക്റ്റ്. സി എക്സ് ഈസ് ഇക്വൽ ടു 10 ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതാണ് സിമ്പിൾ ഇക്വേഷന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫോർമാറ്റ്, ഈ സിമ്പിൾ ഇക്വേഷന് ഒരു ഡെഫിനിഷൻ ആയിട്ട് തരും. എക്സസൈസ് 1C അവർ ഇക്വേഷൻ തന്നിട്ട് അതിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഇനി എക്സസൈസ് 1B വരുന്നത് 1B അല്ല കേട്ടത്, എക്സസൈസ് 3B ആണ്, 2B ആണ്. ഇത് എക്സസൈസ് 2B ആണ്. നേരത്തെ ചെയ്തിട്ടുള്ളത് എക്സസൈസ് 2A ആയിരുന്നേ. നേരത്തെ ചെയ്തിട്ടുള്ളത് 2A ആയിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണ എക്സസൈസ് 2B ആണ്. ഈ 2Bയിലെ ക്വസ്റ്റ്യൻസിൽ അവരൊരു ഡെഫിനിഷൻ തരും. ആ ഡെഫിനിഷൻ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ഈ തന്നിട്ടുള്ള ഈ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തരും. ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എന്ത് ചെയ്യണം? ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ആ ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. ശരിക്കത്തെ മെത്തേഡ് അതാണ്. ഇവർ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന മെത്തേഡ് അതാണ്. ഇവിടെ ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇലൂസ്ട്രേഷൻ 1, ഇലൂസ്ട്രേഷൻ 2 എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ക്വസ്റ്റ്യനിലൊക്കെ അവരെന്താ ചെയ്യുന്നത്? ഒരു ഇക്വേഷൻ ഫോർമാറ്റിലാക്കിയിട്ട് അതിന്ന് പിന്നെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇക്വേഷൻ ഫോർമാറ്റിലാക്കുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആൻസർ എന്ന് ക്വസ്റ്റ്യനിലേക്ക് പറയാനാണ് പോകുന്നത്. ആൻസർ എന്ന് ക്വസ്റ്റ്യനിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ദ സം ഓഫ് 2 നമ്പർ ഈസ് 52 ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 2. നമ്പർ ആർ, രണ്ട് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ 52 കിട്ടണം, അത് കുറച്ച് കഴിഞ്ഞാൽ 2 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആൻസർ നിർത്താൻ പോരെ? ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് എക്സും അടുത്ത നമ്പർ എന്തായിരിക്കും വരാ? എക്സ് 52 മൈനസ് എക്സ് ആയിരിക്കും. ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റേത് 52 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ 52 മൈനസ് എക്സ് എക്സ് മൈനസ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? 2 എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ശരിക്കും ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ആ ഇക്വേഷൻ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു. രണ്ട് നമ്പറിന്റെ സമ്മ് 52 ആണെന്ന് പറഞ്ഞത്. 17 + 15 എന്ന് പറഞ്ഞാൽ 32 അല്ല കിട്ടുക, 52 കിട്ടൂലല്ലോ, അപ്പൊ എ അല്ല. 12 + 10 എന്ന് പറഞ്ഞാൽ 22 അല്ല കിട്ടുക, 52 കിട്ടില്ലല്ലോ, അപ്പൊ ഓപ്ഷൻ ബിയും അല്ല. ഓപ്ഷൻ സി നോക്കുന്ന സമയത്ത് 27 + 25 എന്ന് പറഞ്ഞാൽ 52 കിട്ടുന്നില്ല, കിട്ടുന്നുണ്ട്. 27 25 മൈനസ് ചെയ്താൽ 27 + 25 ചെയ്തപ്പോൾ 52 കിട്ടുന്നില്ല. ഫസ്റ്റത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി 27 - 25 ചെയ്താൽ 2 കിട്ടുന്നില്ല. രണ്ടാമത്തെ കണ്ടീഷന് സാറ്റിസ്ഫൈഡ് ആയി. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഇക്വേഷൻ ഉണ്ടാക്കി പിന്നെ അതിന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി വരും. ഇനി ഇക്വേഷൻ ഉണ്ടാക്കുന്നത് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനത്തെവർ അങ്ങനെ ചെയ്തിട്ട് പോവാ, അല്ലാത്തവർ ഈ മെത്തേഡിൽ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ദ ഡയഗണൽ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 5 cm ആൻഡ് വൺ സൈഡ് ഓഫ് അറ്റ് സൈഡ് ഈസ് 4 cm. ഇറ്റ്സ് ഏരിയ ഈസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ചിലത് എന്തേലും അവര് ഔട്ട് ഓഫ് സിലബസ് ഒക്കെ ചോദിച്ചോളൂ. മീൻസ് ഇത് ആക്ച്വലി എക്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ട്രയാങ്കിളിന്റെ സൈഡ് കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ സിലബസിൽ പറയുന്നില്ല. എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ സൈഡ് കണ്ടുപിടിക്കുക, ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ളതൊന്നും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ എന്താണ്? ബേസിക് നോളജ് ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ളതൊക്കെ ബേസിക് നോളജ് ആണ് കേട്ടോ. ഈ ട്രയാങ്കിളിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് 5 cm ആണ്. ഈ ട്രയാങ്കിളിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് 5 cm ആണ്. 5 cm ആണ്. ഇതിന്റെ ഒരു സൈഡ് 4 cm ആണ്. ഓക്കെ അല്ലേ? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ കാണുന്നുണ്ടല്ലോ അല്ലെ? ആ ട്രയാങ്കിളിന്റെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ ഒരു സെന്റിമീറ്റർ, ഒരു സൈഡ് 5 cm, ഡയഗണൽ 5 cm ആണ്. ഒരു സൈഡ് 4 cm ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ എന്താണെന്ന് നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ നോർമലി എന്താ ചെയ്യുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ട്രയാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതിൽ ലെങ്ത് 4 cm ആണ് തന്നിട്ടുണ്ടല്ലോ, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ടോ? ബ്രെഡ്ത്ത് തന്നിട്ടില്ല, നമുക്ക് തന്നിട്ടുള്ള ഡയഗണൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് ഇതിന്റെ മറ്റേ സൈഡ് കണ്ടുപിടിക്കണം. പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ്സിലായിരുന്നു സിലബസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എപ്പോഴാണ് ഉള്ളതെന്ന് അറിയില്ല. അപ്പൊ അതിനെക്കാട്ട് മുന്നായിരിക്കും മിക്കവാറും 5ാം ക്ലാസ്സിൽ തന്നെ പൈതഗോറസ് തിയറം ഒക്കെ പഠിക്കുന്നുണ്ട്.
ഓക്കെ അല്ലേ? പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ട് സൈഡിന്റെ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡയഗണലിന്റെ സ്ക്വയർ കിട്ടുന്നതായിരുന്നു. ഇത് എ ആണ്, ഇത് ഓൾട്ടിറ്റ്യൂഡ് ആണ്, ഇത് ബേസ് ആണ്, ഇത് ഹൈപ്പോട്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇതിന്റെ ഒരു സൈഡ് 5 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണ്. ഏതെങ്കിലും ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏരിയ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ സൈഡ് കിട്ടണം. അപ്പോൾ ഇത് ബേസ് ആണ്, ഇത് ഓൾട്ടിറ്റ്യൂഡ് ആണ്, ഇത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ല, 4 സ്ക്വയർ പ്ലസ് എ തന്നിട്ടില്ലല്ലോ, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് 5 സ്ക്വയർ. ഓക്കെ അല്ലേ? ഇതൊരു ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് അതിന്റെ ബേസ് ആണ്, ഇത് അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആണ്, ഇത് അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് അതിന്റെ ഡയഗണൽ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 4 സ്ക്വയർ അങ്ങോട്ട് കൊണ്ടായാലും -4 സ്ക്വയർ എന്നാവും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, 25 - 60 എന്ന് പറഞ്ഞാൽ 9 ആണ്, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ √9 ആയിരിക്കും. സ്ക്വയർ ഈക്വൽ ടു അങ്ങോട്ട് പോയാലും റൂട്ട് ആവും. എ ഈസ് ഈക്വൽ ടു 3 എന്നാവും. എ ഈസ് ഈക്വൽ ടു 3. നമ്മളോട് ഇതിന്റെ സൈഡ് ഏതാണെന്നല്ലല്ലോ ചോദിച്ചിട്ടുള്ളത്, ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ട്രയാങ്കിളിന്റെ അല്ല റെക്റ്റാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ചെയ്യേണ്ടത്. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ അല്ലെ? 4 × 3 എന്ന് പറഞ്ഞാൽ 12 അല്ലേ? 12 സെന്റിമീറ്റർ സ്ക്വയർ. നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് സെന്റിമീറ്റർ സ്ക്വയറിലാണ് കണ്ടുപിടിക്കുക. ഓക്കെ അല്ല? അപ്പൊ 12 സെന്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി. ഓക്കെ, ഈ ഒരു ടൈപ്പിലാണ് ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിവൈഡ് 56 into 2 parts such that 3 times the first part exceed 1/3 of the second by 48 the part are. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 56നെ 2 പാർട്ടാക്കി മാറ്റി എന്നാ പറയുന്നത്. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? 56 ആണ്. ഫസ്റ്റത്തെ 56 കിട്ടുന്നുണ്ട്, രണ്ടാമത്തെ 56 കിട്ടുന്നുണ്ട്, മൂന്നാമത്തെ 56 കിട്ടുന്നുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് 3 times the ഫസ്റ്റ് പാർട്ട് എക്സ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് 3 times എക്സീഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് 3 times എക്സീഡും ചെയ്യുന്നുണ്ട്. എക്സീഡ് 1/3 ഓഫ് ദ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ടിന്റെ 1/3 ഫസ്റ്റ് പാർട്ട് എക്സീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈക്ക് ഇംഗ്ലീഷ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അവർ മാത്സിൽ കൊടുക്കുന്നുണ്ടാവുക. അതൊന്നും പ്രശ്നമില്ലല്ലോ. $56 എന്ന് പറഞ്ഞത് 2 പാർട്ടാക്കി എന്നാണ് ആദ്യം പറയുന്നത്. പിന്നെ പറയുന്നത് 3 times എക്സീഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് 3 times എക്സീഡ് ചെയ്യുന്നുണ്ട്. 3 times the ഫസ്റ്റ് പാർട്ട് എക്സീഡ് 1/3 ഓഫ് ദ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് y ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിന്റെ 1/3, ഇതിന്റെ തേർഡ് പാർട്ട് by 48. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ by 48 നോർമൽ ഇംഗ്ലീഷ് അല്ല കേട്ടോ, മാത്സിൽ വരുന്ന ഇംഗ്ലീഷ്, അതാണ് ശ്രദ്ധിക്കണം തന്നെ. ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് അതിന്റെ ഒരു ഫ്ലോ വരാണ്ട് കേട്ടോ. എക്സീഡ് സെക്കൻഡ് by 48 എന്ന് പറഞ്ഞാൽ 48 കൂടുതലാണെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? 1/3 ഫസ്റ്റ് പാർട്ട് എക്സീഡ് 1/3 ഓഫ് ദ സെക്കൻഡ് പാർട്ട് by 48. സെക്കൻഡ് പാർട്ടിലേക്ക് 48 കൂട്ടിയത് നിന്ന് മൂന്നിലൊരു ഭാഗത്തിന് 1/3 എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിനെക്കാട്ടിയും 3 ഇരട്ടിയാണ്. തേർഡ് ടൈം എക്സീഡ് എന്നാണ് പറയുന്നത്. 3 ഇരട്ടിയാണെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയണോ? ഡിവൈഡ് 56 into 2 parts such that 3 times 3 ഇരട്ടിയാണ് ദ ഫസ്റ്റ് പാർട്ട് എക്സീഡ്. ഫസ്റ്റ് പാർട്ട് 3 ഇരട്ടി എക്സീഡ് ചെയ്യുന്നുണ്ട്. എന്തിനേക്കാളും 1/3 ഓഫ് ദ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ടിന്റെ 3 ഭാഗത്തിൽ നിന്ന് by 48 ഫസ്റ്റ് പാർട്ട് 3 ഇരട്ടി എക്സീഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ അല്ല? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് 56 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഈ 36 സെക്കൻഡ് പാർട്ട് ആണെന്നുണ്ടെങ്കിൽ
എന്ത് ചെയ്യാ, ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. 36 ഡിവൈഡഡ് ബൈ 3 12 എന്ന് കിട്ടും. 12 പ്ലസ് 48 ചെയ്തിട്ട് 20 കിട്ടുന്നുണ്ടോ നോക്കാം. 20 കിട്ടുന്നുണ്ടോ, ഇല്ല. 16 ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത 31 എടുക്കുക. 31 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 48 58.33 എന്നാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. ഇനി ഓപ്ഷൻ സി കൂടി നോക്കാം. സി കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും അല്ലാന്ന് കിട്ടി. 32 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 48 58.66666 എന്നാണ് വന്നിട്ടുള്ളത്. 24 into 3 എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ ഓപ്ഷൻ സിയും അല്ല, നൺ ഓഫ് ദിസ് ആണ് വരുന്നത്. ഓക്കെ അല്ല. ഒന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ 3x = 5/3 പ്ലസ് 48 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 36 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 48 എന്ന് പറഞ്ഞാൽ 16 എന്നാണ് വരുന്നത്. 16 എന്നാണ് വരുന്നത്. 20 ആണെന്നുണ്ടെങ്കിൽ 20 into 3 എന്ന് പറഞ്ഞാൽ 16 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ അല്ല. അപ്പൊ രണ്ട് ഭാഗം സാറ്റിസ്ഫൈഡ് ആവുന്നത് ഓപ്ഷൻ എ ആട്ടോ. സോറി, ഞാനിവിടെ into 3 ഫസ്റ്റ് പാർട്ടിൽ ചെയ്യാൻ വേണ്ടി മറന്നുപോയി. അതുകൊണ്ടാണ് നൺ ഓഫ് ദിസ് ആണെന്ന് പറഞ്ഞത്. ഫസ്റ്റ് പാർട്ട് into 3 എന്ന് ചെയ്യണം. ഓക്കെ അല്ലേ. into 3 എന്ന് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബിയിൽ 31 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 48 എന്ന് പറഞ്ഞാൽ 58.33333 എന്നാണ് വരുന്നത്. 25 into 3 എന്ന് പറഞ്ഞാൽ 75 ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സി ചെക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ സിയും അല്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യന്, ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ 2-digit നമ്പർ ഈസ് 10. സം ഓഫ് ഡിജിറ്റ് ഓഫ് 2-digit നമ്പർ ഈസ് 2-digit നമ്പർ ഉണ്ട്. ആ 2-digit നമ്പറിന്റെ സം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഈ 3യും 7ഉം കൂടി ആഡ് ചെയ്താൽ 10 കിട്ടുന്നില്ല. 7ഉം 3യും കൂടി ആഡ് ചെയ്താൽ 10 കിട്ടുന്നില്ല. 7ഉം 5ഉം കൂടി ആഡ് ചെയ്താൽ 12 അല്ല കിട്ടുന്നത്. ഓപ്ഷൻ സി എന്തായാലും അല്ല, ഓപ്ഷൻ എയോ ബിയോ ആണ്. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ വായിച്ചു നോക്കാം. If 80 be subtracted from it, the digit in the result number will be equal. നമ്മൾ ഇതിൽ ഈ നമ്പറിന് ഇതിന്റെ സമ്മ് 10 ആയിട്ടുള്ള നമ്മുടെ ഈ 2-digit നമ്പറിന് 80 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആവാൻ മീൻസ് ഒന്നുകിൽ 22 അല്ലെങ്കിൽ 33 അല്ലെങ്കിൽ 55. ഈ ഡിജിറ്റുകൾ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. The result number B will be equal. അപ്പോൾ ഫസ്റ്റ് 37 എന്നല്ല പറഞ്ഞത്. 37 ഞാൻ എന്ത് ചെയ്യാണ്, 18 മൈനസ് ചെയ്യാണ്. 18 മൈനസ് ചെയ്യുന്ന സമയത്ത് 19 എന്ന് വന്നു. 19 ഈക്വൽ അല്ലല്ലോ, അല്ല. ഇനി 73 ഞാൻ 18 മൈനസ് ചെയ്യാണ്. അപ്പോൾ വന്നിട്ടുള്ളത് 55. ഈ കിട്ടിയിട്ടുള്ളത് ഈക്വൽ അല്ല, രണ്ട് ഡിജിറ്റ് ഈക്വൽ അല്ല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഇതിന് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദ റിസൾട്ടിങ് നമ്പർ വിൽ ബി റിവേഴ്സ്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ 37 73 ആവുന്ന അർത്ഥം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, വിൽ ബി ഈക്വൽ എന്ന് പറഞ്ഞത്. ഈക്വൽ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന രണ്ട് നമ്പർ ഈക്വൽ തന്നെ ആയിരിക്കും. ഇവിടെ 73 80 മൈനസ് ചെയ്യുമ്പോൾ 15 കിട്ടുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് ഒരു വട്ടം വായിച്ച് നിൽക്കുക, അതിൻ്റെ ഒരു ശീലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലെ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ദ ഫോർത്ത് പാർട്ട് ഓഫ് എ നമ്പർ എക്സീഡ് ദ സിക്സ്ത് പാർട്ട് ബൈ 4 എന്നാണ് പറയുന്നത്. ഫോർത്ത് പാർട്ട് ഓഫ് എ നമ്പർ എക്സീഡ് ദ സിക്സ്ത് പാർട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിന്റെ ഫോർത്ത് പാർട്ട് ആ നമ്പറിന്റെ സിക്സ്ത് പാർട്ടിനേക്കാളും 4 കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് 4 ആണെന്നുണ്ടെങ്കിൽ ദ ഫോർത്ത് പാർട്ട് ഓഫ് ദ നമ്പർ, ആ നമ്പറിന്റെ ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ സിക്സ്ത് പാർട്ടിനേക്കാളും 4 കൂടുതലാണ്. ദാറ്റ് മീൻസ് ഇത് തമ്മിൽ ഈക്വൽ ആയിരിക്കും. സിക്സ്ത് പാർട്ടിലേക്ക് 4 കൂട്ടിക്കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. ദ നമ്പർ ഈസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ 84 into 4 ചെയ്യാട്ടെ. 84 into 4 എന്ന് പറഞ്ഞാൽ 336 എന്ന് വരും. ഫോർത്ത് പാർട്ട് ഓഫ് എ നമ്പർ എക്സീഡ് ദ സിക്സ്ത് പാർട്ട്. പാർട്ടാട്ടെ, എക്സീഡ് എന്നല്ല ടൈംസ് എന്നല്ല, പാർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റു അല്ല കേട്ടോ, ഡിവൈഡഡ് ബൈ എന്നാട്ടെ വരാം. അത് എന്താ വരാ, ഡിവൈഡഡ് ബൈ എന്നാണ് വരാം. പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ വരാ, ഡിവൈഡഡ് ബൈ. പാർട്ട് ആക്കാൻ പറയുമ്പോൾ നമ്മൾ ഡിവൈഡ് അല്ല ചെയ്യുക, ഡിവൈഡഡ് ബൈ എന്നാട്ടെ വരാം. എക്സീഡ് അല്ലെങ്കിൽ ടൈംസ് അല്ലെങ്കിൽ മൾട്ടിപ്ലൈഡ് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇൻറ്റു യൂസ് ചെയ്യേണ്ടത്. ഇവിടെ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡഡ് ബൈ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. അപ്പം ഞാൻ 84 ഡിവൈഡഡ് ബൈ 4 ചെയ്യാണ്. അപ്പോൾ 21 എന്ന് കിട്ടി. ഇനി 84 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 4 ചെയ്യാണ്. അപ്പൊ 18 എന്നാണ് കിട്ടുന്നത്. 21ഉം 18ഉം ഈക്വൽ ആവുന്നില്ലല്ലോ, ഈക്വൽ ആവുന്നില്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല. ഇനി അടുത്ത 44 അല്ല, 44 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ 11 എന്ന് കിട്ടും.
ഇനി അതേപോലെ തന്നെ 44 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 4 ചെയ്താൽ 11.3333 എന്നാണ് വരുന്നത്. ഇതും ഈക്വൽ അല്ലല്ലോ, അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. ഇനി ഓപ്ഷൻ സി 48 ആണ്. 48 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 12 എന്ന് വരും. ഇനി 48 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 12 എന്ന് തന്നെ കിട്ടും. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർ പറഞ്ഞതായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്താൽ മതി. ഈ ഇക്വേഷനിൽ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇക്വേഷൻ നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ്മെന്റ് വായിക്കുക. സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ദ ഫോർത്ത് പാർട്ട് ഓഫ് ദ നമ്പർ എക്സീഡ് ദ സിക്സ്ത് പാർട്ട് ബൈ 4. ഫസ്റ്റ് അതിനെ ഫോർത്ത് പാർട്ട് ആക്കാം, പിന്നെ അതിനെ സിക്സ്ത് പാർട്ട് ആക്കാം. പ്ലസ് 4 ചെയ്യും. ബൈ 4 എന്ന് പറഞ്ഞാൽ പ്ലസ് അർത്ഥം തന്നെ ബൈ പ്ലസ് 4 ചെയ്യുമ്പോൾ അത് ഈക്വൽ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ. 10 years ago the age of a father was 4 times of his son. 10 years hence the age of the father will be twice that of his son. The present age of the father and the son are. 10 വർഷം മുന്നേ ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ മകന്റെ ഏജിനേക്കാളും 4 ഇരട്ടി ആയിരുന്നു. ഇപ്പൊ 10 വർഷം കഴിഞ്ഞിട്ട് 10 years hence the age of the father will be twice of that of son. ഇപ്പൊ ആ ഫാദറിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ മകനെക്കാട്ടും ഇരട്ടിയാണെന്നാണ് പറയുന്നത്. 10 years hence the age of the father will be twice that of his son. 10 വർഷം കഴിഞ്ഞതിന് ശേഷം അയാളുടെ വയസ്സ് ഇരട്ടിയാണ്. ദ പ്രസന്റ് ഏജ് ഓഫ് ദ ഫാദർ ആൻഡ് സൺ ആർ. ഇപ്പൊ ആ ഫാദറിന്റെയും മകന്റെയും വയസ്സ് എത്ര എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതൊന്ന് ഞാൻ 10 മൈനസ് ആട്ടോ. 10 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ 10 കുറയാണല്ലോ. 10 കുറയുന്ന സമയത്ത് 14ഉം 10ഉം ആയി. 10ന്റെ 4 ഇരട്ടിയല്ലേ 14 എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഇനി ഇതൊന്നും ഞാൻ 10 വെച്ച് മൈനസ് ചെയ്യാണ്. അപ്പൊ എന്താ വരാ? 15ഉം 10 എന്ന് വരും. ഈ 10ന്റെ 10 ഇരട്ടിയാണോ 15 എന്ന് പറയുന്നത്? അല്ല, 4 ടൈംസ് എന്നല്ല പറയുന്നത്. 10ന്റെ 4 ടൈംസ് ആണോ 15 എന്ന് പറയുന്നത്? അല്ല. ഇനി ഇതൊന്നും ഞാൻ 10 വെച്ച് മൈനസ് ചെയ്യാണ്. അപ്പം 45ഉം 15 എന്ന് വരും. 15ന്റെ 4 ഇരട്ടിയാണോ? 15ന്റെ 4 ഇരട്ടിയാണോ 45 എന്ന് പറയുന്നത്? അല്ല. 15ന്റെ 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ 16 ആണ് വരിക. അപ്പോൾ ഓപ്ഷൻ സിയോ അല്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 10 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ മകന്റെ ഏജ് 10ഉം അച്ഛന്റെ ഏജ് 40ഉം ആണ്. അപ്പൊ അത് മകന്റെ ഏജിനേക്കാളും 4 ഇരട്ടിയാണ് അച്ഛന്റെ ഏജ് എന്ന് പറയുന്നത്. 10 years hence the age of the father will be twice that of his son. The present age of the father and son are. ഫാദറിന്റെയും മകന്റെയും 10 വർഷത്തിന് ശേഷം, ഇനി 10 വർഷത്തിന് ശേഷം മകന്റെ ഏജിനെക്കാട്ടും ട്വൈസ് ആണ് ഫാദറിന്റെ ഏജ് എന്നും കൂടി പറയുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ 16ഉം 13ഉം അല്ല, അയാൾക്ക് 10 വയസ്സ് കൂടും, അതേപോലെ മകനും 10 വയസ്സ് കൂടും. 30ന്റെ ഇരട്ടിയല്ല 60 എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷന് സാറ്റിസ്ഫൈഡ് ആവുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇക്വേഷൻ ഒന്നും ഉണ്ടാക്കാണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തട്ടോ. എന്താ പറയുന്നത്? 10 വർഷം മുന്നേ 4 ഇരട്ടയാണോ ചെക്ക് ചെയ്യുക, 10 വർഷത്തിന് ശേഷം ഇരട്ടയാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പർ ഈസ് 3200 ആൻഡ് ദ കോഷ്യന്റ് വെൻ ദ ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ ദ സ്മോളർ ഈസ് 2. ദ നമ്പർ ആറ്. 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 3200 ആണ്. അതിന്റെ കോഷ്യന്റ് വെൻ ദ ലാർജർ നമ്പർ, വലിയ നമ്പർ കൊണ്ട് ചെറിയ നമ്പർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോഷ്യന്റ് വരെ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എന്താക്കായിരിക്കും? കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് കോഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓർമ്മ ഉണ്ടോ? അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും വരാം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ മുകളിൽ വരുന്ന നമ്പറിനെയാണ് നമ്മൾ കോഷ്യന്റ് എന്ന് പറയാം. ഇവിടെ താഴെ വരുന്ന നമ്പറിനെ റിമൈൻഡർ എന്നും പറയും. ഈ 2 ടേംസ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ. എന്തായാലും CA ഫൗണ്ടേഷൻ പഠിക്കുന്ന നിങ്ങൾക്ക് അറിയാൻ മതിയോ, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ വരുന്ന നമ്പർ. മുകളിൽ വരുന്ന നമ്പർ എന്താണ്? ആ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഇതിന്റെ മുകളിൽ വരാം. അപ്പൊ ഈ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ആണ്. ഓക്കെ അല്ലെ? ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? 2 നമ്പറിന്റെ പ്രൊഡക്റ്റ് 3200 ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ 16 into 200 ചെയ്യാണ്. 16 into 200 എന്ന് പറഞ്ഞാൽ 3200 കിട്ടുന്നുണ്ട്. നിങ്ങളുടെ 116 into 20 ചെയ്താൽ എത്ര തന്നെ കിട്ടാം? 3200 തന്നെ കിട്ടും. 16 into 13 ചെയ്താലോ അപ്പോഴും
അപ്പോൾ 1800 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ സി അല്ല എന്നുള്ള കാര്യം കൺഫേം ആണ്. ഇനി 18 ചെയ്താലും 3200 തന്നെ കിട്ടും. അപ്പോൾ എയോ ബിയോ സിയോ ആണ് അവനാണ് ചാൻസ്. പിന്നെ അടുത്ത പറയുന്നത് വെൻ ദ ലാർജ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ സ്മോളർ നമ്പർ. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ ഡിവൈഡ് ചെയ്താൽ 2 ആണ് കോഷ്യന്റ് ആയിട്ട് കിട്ടുക. ഇവിടെ വലിയ നമ്പർ 200 അല്ല, 200 ഡിവൈഡഡ് ബൈ 16 ചെയ്താൽ 2 കിട്ടുന്ന പറയുന്നത്. കിട്ടൂലല്ലോ, ഇവിടെ 12.5 അല്ല കിട്ടുന്നത്, 2 കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ എ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഇനി ഇവിടെ 116 അല്ല, 116 ഡിവൈഡഡ് ബൈ 20 ചെയ്യുന്ന സമയത്ത് 2 എന്തായാലും കിട്ടില്ലല്ലോ, 8 എന്നല്ല കിട്ടുക. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ബിയും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഇനി ഓപ്ഷൻ ഡി നോക്കുന്ന സമയത്ത് 18 ഡിവൈഡഡ് ബൈ 14 ചെയ്താൽ 2 എന്ന് കിട്ടൂല. 80 ഡിവൈഡഡ് ബൈ 14 ചെയ്താൽ 2 കിട്ടും. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് ഡി ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് ഡി ആണ്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഡി ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദ ഡിനോമിനേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ എക്സീഡ് ദ ന്യൂമറേറ്റർ ബൈ 2 ഇഫ് 5 ബി ആഡഡ് ടു ദ ന്യൂമറേറ്റർ ദ ഫ്രാക്ഷൻ ഇൻക്രീസ്ഡ് ബൈ യൂണിറ്റി ദ ഫ്രാക്ഷൻ ഈസ്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനെക്കാളും 2 കൂടുതലാണെന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുന്ന ഈ ഓപ്ഷൻ എ നോക്കുമ്പോൾ 5-നേക്കാളും 2 കൂടുതലാണ് 7, 1-നേക്കാൾ 2 കൂടുതലാണ് 3, ന്യൂമറേറ്ററിനെക്കാൾ 2 കൂടുതലാണ് ഡിനോമിനേറ്ററിന്. ന്യൂമറേറ്ററിനെക്കാൾ 2 കൂടുതലാണ് ഡിനോമിനേറ്ററിന്. എല്ലാ ഓപ്ഷനും അതേപോലെ തന്നെ അല്ല, 4 ഓപ്ഷനും അതേപോലെ. ഫസ്റ്റ് കണ്ടീഷൻ എല്ലാ ഓപ്ഷനും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഇനി അടുത്ത കണ്ടീഷൻ പറയുന്നത് ഇഫ് 5 ബി ആഡഡ് ടു ദ ന്യൂമറേറ്റർ ദ ഫ്രാക്ഷൻ ഇൻക്രീസ്ഡ് ബൈ യൂണിറ്റി. ഞാൻ ന്യൂമറേറ്ററിലേക്ക് 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഉള്ള ഫ്രാക്ഷന് ഇൻക്രീസ്ഡ് ബൈ യൂണിറ്റി ഇതിലേക്ക് ഒന്നും കൂടി ആഡ് ചെയ്തതായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓൾറെഡി നമുക്കുള്ള ഫ്രാക്ഷനിലേക്ക് 1 ആഡ് ചെയ്തതായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഇപ്പം ഓപ്ഷൻ എ എടുക്കുന്ന സമയത്ത് ഇത് ഡിനോമിനേറ്ററിൽ 1 ആഡ് ആണെങ്കിൽ ന്യൂമറേറ്ററിൽ 5 ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10/7 എന്ന് വരും. 10/7 എന്ന് വരും. 10/7 എന്ന് പറയുന്നത് 1.42 സംതിങ് ആണ് വരുന്നത് അല്ലെ. ഇവിടെ നമുക്ക് റിസൾട്ടിങ് കിട്ടുന്ന എന്താണ്? ഫ്രാക്ഷനിലേക്ക് 1 ആഡ് ചെയ്തതാണെന്നാണ് പറയുന്നത്. ഫ്രാക്ഷനിലേക്ക് 1 ആഡ് ചെയ്തതാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ 5 ആഡ് ചെയ്തപ്പോൾ 10/10 ആണ് എനിക്ക് 10/7 ആണ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും എനിക്ക് 12/7 ആണ് കിട്ടാൻ വേണ്ടി. ബിക്കോസ് ഇതിലേക്ക് യൂണിറ്റ് ആഡ് ചെയ്യാണ്. ഇപ്പോൾ 5/5 ഓൾറെഡി ഉണ്ട്, ഇതിലേക്ക് ഒന്നും കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ +7/7 അല്ലേ, 1 കൂടി ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് കിട്ടേണ്ടത് 12/7 അല്ല, എനിക്ക് കിട്ടില്ല 10/7 അല്ല. അപ്പോൾ ഇത് യൂണിറ്റ് അല്ലല്ലോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഞാൻ ഓപ്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടേണ്ടത് 4/3 ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ ഡയറക്റ്റ് ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ മുകളിൽ 5 അല്ല ആഡ് ചെയ്യുന്നത്, ന്യൂമറേറ്ററിലേക്ക് 5 അല്ല ആഡ് ചെയ്യുന്നത്. അപ്പോൾ 5 ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? അത് 6/3 എന്നായിട്ട് മാറും. 4/3 അല്ലല്ലോ കിട്ടുന്നത്, 6/3 അല്ല. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. ഇനി ഓപ്ഷൻ സി നോക്കുന്ന സമയത്ത് 5 ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 12/9 എന്നാണ് കിട്ടുക. ശരിക്കും എനിക്ക് കിട്ടേണ്ടത് 7/9 + 9/9. 7/9 + 9/9 എന്ന് പറഞ്ഞാൽ 16/9 ആണ് കിട്ടേണ്ടത്. എനിക്ക് 12/9 അല്ലേ ഉള്ളൂ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സിയും അല്ല. ഇനി ഓപ്ഷൻ ഡി നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി x+5 / x+, ഇതാട്ടോ അതിന്റെ ഇക്വേഷൻ വരുന്നത്. 1 + x + x / x+2. ഓക്കെ. ഇവിടെ ഓപ്ഷൻ ഡി നോക്കുന്ന സമയത്ത് ഇതിൽ ന്യൂമറേറ്ററിലേക്ക് 5 ആഡ് ചെയ്താൽ എനിക്ക് കിട്ടാം 8/5 ആണ് അല്ലെ. ശരിക്കും എനിക്ക് എന്താ കിട്ടേണ്ടത്? 3/5 + 5/5. ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ 8/5 ആണ് കിട്ടേണ്ടത്. 8/5 എന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യന്. 9ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദ 3 പേഴ്സൺ മിസ്റ്റർ റോയ്, മിസ്റ്റർ പോൾ ആൻഡ് മിസ്റ്റർ സിംഗ് ടുഗദർ ഹാവ് 51. മിസ്റ്റർ പോൾ ഹാസ് 4 ലെസ് ദാൻ മിസ്റ്റർ റോയ് ആൻഡ് മിസ്റ്റർ സിംഗ് ഹാസ് ഗോട്ട് 5 ലെസ് ദാൻ മിസ്റ്റർ റോയ്. ദേ ഹാവ് ദ മണി ആസ്. ഇവർ പറഞ്ഞിട്ടുള്ള ഓർഡർ മിസ്റ്റർ റോയ്, മിസ്റ്റർ പോൾ, മിസ്റ്റർ സിംഗ് ആണ്. ഇവർക്ക് മൂന്നാൾക്കും കൂടി 51 എന്നാണ് പറയുന്നത്. ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ 51 തന്നെയാണ് കിട്ടുന്നത് അല്ലെ.
എല്ലും 51 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, 3 51 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ക്ലൂ പറയുന്നത് മിസ്റ്റർ പോൾ എന്ന് പറയുന്നത് നടുത്ത ആള്. ഓക്കെ, നടുത്ത ആളത് ഹാസ് 4 ലെസ് ദാൻ മിസ്റ്റർ റോയ് ഫസ്റ്റ് പൊസിഷനിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലുള്ളതിനേക്കാളും 4 കുറവാണ് സെക്കൻഡ് പൊസിഷനിൽ വരുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷന് ഓപ്ഷൻ എ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടല്ലോ, ഓപ്ഷൻ ബി സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. 25 4 ലെസ് ചെയ്താൽ 24 അല്ലേ വരുന്നത്, ഇവിടെ 11 അല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി കറക്റ്റ് അല്ല. ഇവിടെ 15 4 ലെസ് ചെയ്താൽ 11 അല്ല വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബിയും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഓപ്ഷൻ സിയും ബിയും എന്തായാലും അല്ല. എന്നാലും നമുക്ക് അടുത്ത കണ്ടീഷനും കൂടി നോക്കാം. ആൻഡ് മിസ്റ്റർ സിംഗ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആള് ഹാസ് ഗോട്ട് 5 ലെസ് ദാൻ മിസ്റ്റർ റോയ്. ഫസ്റ്റത്തെ ആളെക്കാട്ടിയും 5 കുറവാണ് മൂന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ. റോയ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ആളല്ല, ഫസ്റ്റത്തെ ആളെക്കാട്ടി 5 കുറവാണ് മൂന്നാമത്തെ ആക്കെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 20-നെക്കാട്ടി 5 കുറവല്ലേ 15. ഓക്കെ, ദേ ഹാവ് ദ മണി ഹാസ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ അല്ല കറക്റ്റ്. എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആവുന്നത് ഓപ്ഷൻ എ അല്ല. 3 കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്നത് 51 ആണ്. മിസ്റ്റർ പോളിനെക്കാട്ടിയും 4 കുറവുള്ളത് മിസ്റ്റർ പോളിനെക്കാട്ടി 4 കുറവാണ് മിസ്റ്റർ റോയ്ക്ക് എന്ന് പറയുന്നത്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് ഓപ്ഷൻ എ ആണ്. മിസ്റ്റർ സിംഗിനേക്കാളും 5 മിസ്റ്റർ റോയിനേക്കാളും 5 കുറവാണ് മിസ്റ്റർ സിംഗിന് എന്ന് പറയുന്നത്. അത് സാറ്റിസ്ഫൈഡ് ആവുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എ നമ്പർ കൺസിസ്റ്റ് ഓഫ് 2 ഡിജിറ്റ്. ദ ഡിജിറ്റ് ഇൻ ദ tens place is 3 times the digit in the units place. If 54 is subtracted from the number, the digit are reversed. The number is okay അല്ലേ. നമ്പർ രണ്ട് 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ആ 2 ഡിജിറ്റ് നമ്പറിൽ ടെൻസിന്റെ പ്ലേസിലുള്ളത് 3 ഇരട്ടിയാണ് ഇൻ ദ യൂണിറ്റ് പ്ലേസിലുള്ളതിനേക്കാളും 3 ഇരട്ടിയാണ് ടെൻസിന്റെ പ്ലേസിലുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ അല്ല, അതിന്ന് 54 സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് അതിന്റെ നേരെ റിവേഴ്സ് കിട്ടുന്നതാണ് പറയുന്നത്. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഫസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ആണെന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ 2 ഡിജിറ്റ് നമ്പർ ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത് വൺസിന്റെ പ്ലേസിലുള്ളതിനെക്കാളും 3 ടൈംസ് കൂടുതലാണ് ടെൻസിന്റെ പ്ലേസിലുള്ളത്. ഇവിടെ 9നെക്കാട്ടി 3 ടൈം കൂടുതലല്ലല്ലോ 3. വൺസിന്റെ പ്ലേസ് എന്ന് പറഞ്ഞാൽ രണ്ടാമതാണ് 39 ആണെങ്കിൽ ഇത് വൺസിന്റെ പ്ലേസ്. ഇതിനെക്കാട്ടി 3 ഇരട്ടി അല്ലല്ലോ ടെൻസിന്റെ പ്ലേസിലുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ വൺസിന്റെ പ്ലേസ് 2 ആണ്. 2ന്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 6 അല്ല വരേണ്ടത്, ഇവിടെ 9 അല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബിയോ അല്ല. ഇനി ഇവിടെ 3 ഓപ്ഷൻ സിയിൽ നോക്കുമ്പോൾ 3ന്റെ 3 ഇരട്ടി തന്നെയല്ല 9 എന്ന് പറയുന്നത്. 3 × 3 9 അല്ലേ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് സി ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇഫ് 54 ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ നമ്പർ ദ ഡിജിറ്റ് ആർ റിവേഴ്സ്ഡ്. ഈ 93 ഞാൻ 54 മൈനസ് ചെയ്താൽ എനിക്ക് ഇതിന്റെ 93ന്റെ റിവേഴ്സ് കിട്ടണം. ദാറ്റ് മീൻസ് 39 കിട്ടണം എന്നാണ് പറയുന്നത്. 39 കിട്ടുകയും ചെയ്യും. 93 54 മൈനസ് ചെയ്താൽ 39 കിട്ടും. രണ്ടാമത്തെ കണ്ടീഷന് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡിയിലേക്ക് നോക്കുമ്പോൾ വൺസിന്റെ പ്ലേസിനെക്കാട്ട് 3 ഇരട്ടി അല്ല ടെൻസിന്റെ പ്ലേസ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. വൺ സ്റ്റുഡന്റ് ഈസ് ആസ്ക്ഡ് ടു ഡിവൈഡ് എ ഹാഫ് ഓഫ് എ നമ്പർ ബൈ 6 ആൻഡ് അതർ ഹാഫ് ബൈ 4 ആൻഡ് ദെൻ ടു ആഡ് ദ 2 ക്വാണ്ടിറ്റീസ്. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് സോ ദ സ്റ്റുഡന്റ് ഡിവൈഡ് ദ ഗിവൻ നമ്പർ ബൈ 5. ഇഫ് ദ ആൻസർ ഈസ് 4 ഷോർട്ട് ഓഫ് ദ കറക്റ്റ് ആൻസർ then the number was. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു സ്റ്റുഡന്റ് ഒരു നമ്പറിനെ 2 പാർട്ടാക്കി. അതിൽ ഫസ്റ്റത്തെ പാർട്ടിലേക്ക് 6 ആഡ് ചെയ്തു, രണ്ടാമത്തെ പാർട്ടിലേക്ക് 4 ആഡ് ചെയ്തു. ദെൻ ടു ആഡ് ദ 2 ക്വാണ്ടിറ്റീസ്. എന്നിട്ട് ഈ 2 ക്വാണ്ടിറ്റീസ് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ അല്ലെ. എന്നിട്ട് ഈ 2 ക്വാണ്ടിറ്റീസ് നമ്മൾ ആഡ് ചെയ്തത് എന്തിന് ഈക്വൽ ആണെന്നാ പറയുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് സോ ദ സ്റ്റുഡന്റ് ഡിവൈഡ് ദ ഗിവൻ നമ്പർ ബൈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇഫ് ദ ആൻസർ കിട്ടുന്ന ഈ ഡിവൈഡ് ബൈ 5 ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡിവൈഡ് ബൈ 5 ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4 കുറവാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് 4 ആഡ് ചെയ്താൽ ഇത് ഈക്വൽ ആയിരിക്കല്ലോ. വൺ സ്റ്റുഡന്റ് ഈസ് ആസ്ക്ഡ് ടു ഡിവൈഡ് ഹാഫ് ഓഫ് എ നമ്പർ ബൈ 6. ഹാഫ് ചെയ്ത നമ്പറിനെ ബൈ 6 ആയിട്ട് ചെയ്യുന്നത്. ബൈ 6 ചെയ്തു, മറ്റേ പാർട്ടിനെ ബൈ 4ഉം ചെയ്തു. എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്തത് എന്തിന് ഈക്വൽ ആന്ന് പറഞ്ഞിട്ടുള്ളത്? ആ നമ്പറിനെ ഡിവൈഡഡ് ബൈ 5ന് 4 ഷോർട്ടേ ഉള്ളൂ, 4 മാത്രമേ കുറവുള്ളൂ. അപ്പൊ അതിലേക്ക് 4 ആഡ് ചെയ്താൽ ഇത് ഈക്വൽ ആവുന്നുള്ള അതിന്റെ അർത്ഥം. ഓക്കെ, ഞാൻ ഫസ്റ്റത്തെ ഓപ്ഷനിൽ 320 അല്ല, 320 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 4 ചെയ്യാം കേട്ടോ. അപ്പൊ 68 കിട്ടും.
68 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 5 പ്ലസ് 4 ചെയ്തപ്പോൾ 68 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി ലെഫ്റ്റ് സൈഡിലെ നോക്കാട്ടോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ശരിയാണോ എന്നുള്ളത് നോക്കാട്ടോ. ഇതിന്റെ 320നെ ഞാൻ 2 പാർട്ടാക്കി. 2 പാർട്ടാക്കിയാൽ 160 എന്ന് കിട്ടും. 160നെ ഡിവൈഡഡ് ബൈ 6 എന്ന് ചെയ്യാണ് കേട്ടോ. 6 ചെയ്തപ്പോൾ 26.6666 എന്ന് വന്നു. ഞാൻ എം പ്ലസ് അടിച്ച് മെമ്മറിയിൽ സേവ് ചെയ്തു. വീണ്ടും 160നെ ഡിവൈഡഡ് ബൈ 4 ചെയ്യാണ്. അപ്പോൾ 14 എന്ന് കിട്ടി. 14 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 66.66 അല്ലല്ലോ വരുള്ളൂ. 68 എന്ന് എന്തായാലും വരില്ലല്ലോ. ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി എടുക്കുന്ന സമയത്ത് 400 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 4 ചെയ്തു. 84 എന്ന് കിട്ടി. ഡിവൈഡ് ബൈ 5 പ്ലസ് 4 ചെയ്തപ്പോൾ 84 എന്ന് കിട്ടി. ഇനി 400നെ 2 പാർട്ടാക്കിയാൽ 200 എന്ന് വരും. 200 ഡിവൈഡ് ബൈ 6ഉം 200 ഡിവൈഡ് ബൈ 4ഉം ചെയ്തിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. 200 ഡിവൈഡ് ബൈ 6 33.333 എന്ന് വരും. 33.333 എന്ന് വരും. പിന്നെ 200 ഡിവൈഡ് ബൈ 4 15 എന്ന് വരും. 83.333 എന്ന് വരും. അപ്രോക്സിമേറ്റ്ലി സെയിം എന്നാണ് കിട്ടുന്നത്. 84ഉം 83.333. നമുക്ക് ഓപ്ഷൻ സി കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ചെക്ക് ചെയ്യുന്ന സമയത്ത് 480 ഡിവൈഡ് ബൈ 5 പ്ലസ് 4 ചെയ്താൽ 100 എന്നാണ് കിട്ടുക. ഡിവൈഡ് ബൈ 4 പ്ലസ് 5 ചെയ്താൽ ഡിവൈഡ് ബൈ 5 പ്ലസ് 4 ചെയ്താൽ 100 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. 450 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 240 എന്ന് കിട്ടും. 240 എന്ന് കിട്ടും. 240 ഡിവൈഡ് ബൈ 6ഉം 240 ഡിവൈഡ് ബൈ 4ഉം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോട്ടെ. 240 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ 14 എന്ന് വരും. 240 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 16 എന്ന് വരും. 40 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ 100 എന്ന് വരും. ക്ലിയർ 100 എന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 480 ഡിവൈഡ് ബൈ 6 പ്ലസ് 280 ഡിവൈഡ് ബൈ 6 പ്ലസ് 240 ഡിവൈഡ് ബൈ 4 പ്ലസ് ചെയ്യുന്ന സമയത്ത് 100 എന്ന് കിട്ടുന്നുണ്ട്. 480 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 4 ചെയ്തപ്പോഴും 100 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ 2 കണ്ടീഷന് സാറ്റിസ്ഫൈഡ് ആവുന്നത് ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ വായിക്കുക, അതിന്റെ മീനിങ് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ നമ്പർ ഓഫ് വിച്ച് ദ ഹാഫ് ഈസ് ഗ്രേറ്റർ ദാൻ 1/5 1/5 ഓഫ് ദ നമ്പർ ബൈ 15 then the number is 15, 14, 18, none of these. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു നമ്പർ ഉണ്ട്, അതിന്റെ ഹാഫ് എന്ന് പറയുന്നത് ആ നമ്പറിന്റെ തന്നെ 1/5 15 കൂടുതലാണെന്നാണ് പറയുന്നത്. ഒരു നമ്പറിന്റെ ഹാഫ് എന്ന് പറയുന്നത് ആ നമ്പറിന്റെ 1/5 15 കൂടുതലാണ്. അപ്പൊ ഒന്നുകിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? +15 ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ -15 ചെയ്താൽ മതി. അപ്പൊ എന്തായിരിക്കും? അതൊരു ഈക്വൽ ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പൊ അങ്ങനെയാണല്ലോ നമുക്ക് നോക്കാം. 15 ആണ്. 15ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 25 എന്ന് കിട്ടും. ഓക്കെ, 15ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 25 എന്ന് കിട്ടും. ഇനി 15 ഡിവൈഡ് ബൈ 5 ചെയ്താൽ 10 എന്ന് കിട്ടും. 10 + 15 എന്ന് പറഞ്ഞാൽ 25 തന്നെ കിട്ടുന്നില്ലേ? 15ന്റെ ഹാഫ് എടുത്തു, 25 എന്ന് കിട്ടി. 15ന്റെ 5 ഇരട്ടിയിലേക്ക് 15 ആഡ് ചെയ്തു. 10 + 15 25, രണ്ടും 25 തന്നെ കിട്ടുന്നില്ലേ? ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി ഓപ്ഷൻ ബി കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 20 അല്ലേ? ഇനി ഈ 14 ഡിവൈഡ് ബൈ 5 + 15 ചെയ്താൽ 14 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 8 അല്ലേ? 8 + 15 എന്ന് പറഞ്ഞാൽ 23 അല്ല വരുന്നത്. 8 + 15 എന്ന് പറഞ്ഞാൽ 23. 23യും 20നും ഈക്വൽ അല്ലല്ലോ. ഓപ്ഷൻ ബി അല്ല. ഇനി ഇവിടെ 18 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 14 എന്ന് വരും. ഇനി 18 ഡിവൈഡഡ് ബൈ 5 + 15 ചെയ്താലോ? 18 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 16 എന്ന് വരും. 16 + 15 എന്ന് പറഞ്ഞാൽ 32 എന്ന് വരും. ഇത് ഈക്വൽ അല്ലല്ലോ. ഓപ്ഷൻ സിയോ അല്ല. ഓക്കെ അല്ലേ? ഇനി ഇത്രയാണ് സിംപ്ലിക്കേഷനിൽ പഠിക്കാനുള്ളത്. എക്സ് മാത്രമേ സിംപ്ലിക്കേഷനിൽ വരുള്ളൂ. അതിനാണ് സിംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 അൺനോൺ. സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 അൺനോൺ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ. അതിൽ 2 അൺനോണും ഉണ്ട്, 3 അൺനോണും പഠിക്കാനുണ്ട് കേട്ടോ. 2 വേരിയബിളും 3 വേരിയബിളും പഠിക്കാനുണ്ട്. 2 വേരിയബിൾ എന്ന് പറയുന്നത് എക്സും വൈയും വരുന്നതിനെയാണ് 2 വേരിയബിൾ എന്ന് പറയുന്നത്. 2 വേരിയബിൾ എന്ന് പറയുന്നത്
ടു വേരിയബിൾ എന്ന് പറയുന്നത് എക്സും വൈയും വരുന്നതിനാണ് ടു വേരിയബിൾ എന്ന് പറയുന്നത്. 3 വേരിയബിൾ എന്ന് പറയുന്നത് എക്സും വൈയും സെഡും പറയാനുള്ളത്. അടുത്ത എക്സസൈസ് നമ്മൾ എക്സും വൈയും ഉള്ള 2 വേരിയബിളിനാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 3 വേരിയബിളിന്റെ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ഫോം ഓഫ് എ ലീനിയർ ഇക്വേഷൻ ഇൻ ടു അൺനോൺ എക്സ് ആൻഡ് വൈ ഈസ് ax plus by plus c is equal to 0 എന്നുള്ള ഫോർമാറ്റാണ് ജനറലി എന്തിനുണ്ടാവുക, സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 അൺനോണിൽ വരാം. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2x plus 3y equal to 0 അല്ലെങ്കിൽ 3x plus 7y equal to 10. ഇങ്ങനെ എക്സ് വൈ രണ്ട് നമ്പർ അറിയാത്തതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ല? ഇതിൽ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ തന്നിട്ട് ഇതിൽ എക്സിന്റെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇത് രണ്ടുമാണ് അവർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ. പക്ഷെ നമ്മൾ ആൻസർ ചെയ്യുക ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കില്ല, നമ്മൾ ആൻസർ എന്ന് ക്വസ്റ്റ്യനിലേക്ക് പോയിട്ടുണ്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഇവിടെ B1 എന്ന് പറഞ്ഞാൽ വൈൻ്റെ കൂടെ വരുന്നതിനാണ് B1 എന്ന് പറയുന്നത്. C2 എന്ന് പറഞ്ഞാൽ സീൻ്റെ കൂടെ, രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ വൈൻ്റെ കൂടെ അല്ലാണ്ട് വരുന്ന നമ്പറിനെയാണ് നമ്മൾ C2 എന്ന് പറയുന്നത്. ഇത് ഈ സിന്റെയും എന്റെയും ബിന്റെയും കൂടെ 2 വരുന്നത് രണ്ടാമത്തെ ഇക്വേഷന്റെ, 1 വരുന്നത് ഫസ്റ്റത്തെ ഇക്വേഷന്റെ. അതിൽ എ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ വരുന്നത്, ബി എന്ന് പറഞ്ഞാൽ വൈന്റെ കൂടെ വരുന്നത്, സി എന്ന് പറഞ്ഞാൽ എക്സിന്റെ വൈന്റെ കൂടെ വരാത്തത്. അപ്പൊ ഇവിടെ C1ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. C2ന്റെ വാല്യൂ 10, B1ന്റെ വാല്യൂ 3, B2ന്റെ വാല്യൂ 7, A1ന്റെ വാല്യൂ 2, A2ന്റെ വാല്യൂ 3. ഇത് ഡയറക്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കിട്ടും. ഈ വാല്യൂസ് ഡയറക്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൈന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷനിലെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള രണ്ട് മെത്തേഡ്. അതെല്ലാം തന്നെ ടെക്സ്റ്റിൽ വേറൊരു മെത്തേഡും കൂടി പറയുന്നത് ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ആക്കി കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ഒക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ചെയ്യൽ. നമ്മൾ അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ നിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ അല്ല? ഓക്കെ, എക്സസൈസ് 3C 2C എക്സസൈസ് 2C ആട്ടെ ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന രണ്ടാമത്തെ ചാപ്റ്ററിലെ എക്സസൈസ് C. ഓക്കെ, ഇവിടെ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 3x plus 4y is equal to 7 4x minus y is equal to 3. ഓക്കെ അല്ലെ? ഇതിനൊന്നെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ആക്കാം. ഇതിന് 1 minus 2 ചെയ്യുക. അപ്പൊ എക്സ് വേറെ ഒരു ഇക്വേഷൻ കിട്ടും. അതൊന്ന് വീണ്ടും 3 minus 1 ചെയ്യുക. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എക്സ് ഈസ് ഇക്വൽ ടു എന്നുള്ള ഇക്വേഷനിൽ C1ന്റെയും B1ന്റെയും C2ന്റെയും B2ന്റെയും A1ന്റെയും B2ന്റെ ഒക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആൻസർ കിട്ടും. ഓക്കെ അല്ല? ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന മെത്തേഡ് എന്താ വെച്ചാൽ ഓപ്ഷൻ എന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ വരുന്നത് 1, -1 അല്ല. ഇവിടെ എപ്പോഴും നമ്മൾ ബ്രാക്കറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് വൈ ആണ് വരിക. ഫസ്റ്റത്തെ നമ്പർ എക്സിന്റെ, രണ്ടാമത്തെ നമ്പർ വൈന്റെ ആയിരിക്കും എന്തായാലും വരുന്നുണ്ടാവും. ഓക്കെ അല്ലെ? ഫസ്റ്റത്തെ നമ്പർ എക്സും രണ്ടാമത്തെ നമ്പർ വൈയും ആയിരിക്കും എന്തായാലും വരുന്നത്. ഓക്കെ അല്ലെ? എക്സിന്റെ വാല്യൂ 1 ആണ്, വൈന്റെ വാല്യൂ -1 എന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. അപ്പൊ ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാണ്. എക്സിന് 1 എന്ന് കൊടുത്താൽ 3 വരും, വൈക്ക് -1 എന്ന് കൊടുത്താൽ -4 എന്ന് വരും. 3 - 4 എന്ന് പറഞ്ഞാൽ 7 അല്ലല്ലോ കിട്ടുക, -1 എന്നല്ല, 7 കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഓപ്ഷൻ എ അല്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് 1, 1 ആണ്. 1, 3x plus 4y is equal to 7 അല്ലേ? എക്സിന് വൈക്കും 1 കൊടുക്കാനാണ് ബി പറയുന്നത്. 1 കൊടുത്താൽ 3 × 1 3 തന്നെ, 4 × y 4 തന്നെ. 3 + 4 7 കിട്ടുന്നുണ്ടല്ലോ, സാറ്റിസ്ഫൈഡ് ആണല്ലോ. ഈ 1 കൊടുത്തപ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എന്നാലും നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിലും കൂടി ഒന്ന് കൊടുത്തു നോക്കാം. രണ്ടാമത്തെ ഇക്വേഷനിൽ പറയുന്നത് 4x - y is equal to 3 എന്നാണ്. എക്സിന് വൈക്ക് 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 × 1 4, വൈക്ക് 1 കൊടുത്താൽ 4 - 1 3. രണ്ടാമത്തെ ഇക്വേഷന് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടല്ലോ 1 കൊടുക്കുന്ന സമയത്ത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇക്വേഷനിലൊക്കെ കാര്യങ്ങളിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യം ഇല്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ x divided by 2 plus y divided by 3 is equal to 2. x plus 2y is equal to 8 are given by the pair. എന്താ ചെയ്താൽ മതി? എക്സിന്റെ വൈന്റെ വാല്യൂ നേരെ ഓപ്ഷൻ എന്ന് ക്വസ്റ്റ്യനിലേക്ക് കൊടുത്താൽ മതി. 3 ഉം 2 അല്ല പറയുന്നത്. എക്സിന് ഞാൻ 3 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3/2 plus
2/3 എന്ന് വരും. 3/2 പ്ലസ് 3/2 ഒരിക്കലും 2 എന്ന് വരില്ലല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കാം. 9 + 4 / 6 എന്ന് വരും. ദാറ്റ് മീൻസ് 13 / 6. 13 / 6 12 അല്ലല്ലോ, 2 പോയിന്റ് സംതിങ് എന്ന് വരും അല്ലേ. അപ്പം ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി ആണെന്നുണ്ടെങ്കിലോ, -2 / 2 പ്ലസ് -3 ഡിവൈഡ് ബൈ -3. -2 ഡിവൈഡ് ബൈ -2 എന്ന് പറഞ്ഞാൽ -1. -3 ഡിവൈഡ് ബൈ -1 എന്ന് പറഞ്ഞാൽ -1. ഇത് -2 എന്നല്ല വരാം, 2 എന്നല്ലല്ലോ കിട്ടുക. അപ്പൊ ഓപ്ഷൻ ബിയും അല്ല. ഇനി ഓപ്ഷൻ സി നോക്കുന്ന സമയത്ത് 2 ഡിവൈഡ് ബൈ 2 പ്ലസ് 3 ഡിവൈഡ് ബൈ 3 1 + 1 ദാറ്റ് മീൻസ് 2 എന്ന് കിട്ടുന്നുണ്ടല്ലോ. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടല്ലോ. എന്നാലും രണ്ടാമത്തെ ഇക്വേഷനിലും കൂടി കൊടുത്തു നോക്കാണ്. 2 കൊടുക്കുന്ന എക്സിന് 2 കൊടുക്കാണ്. എക്സിന് 2 എന്ന് കൊടുത്തു. വൈക്ക് 3 എന്ന് കൊടുക്കുമ്പോൾ 3 × 2 6 എന്ന് വരും. 2 + 6 8 എന്ന് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇങ്ങനെയാണ് ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. ചെയ്ത് നോക്കട്ടോ. കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളോ ഇല്ല. നേരെ ഓപ്ഷൻ എന്ന് ക്വസ്റ്റ്യനിലേക്ക് എടുത്തു കൊടുക്കുക. എക്സിന്റെ വൈന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആ ടൈപ്പിൽ തന്നെ കേട്ടോ. തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഈ ക്വസ്റ്റ്യനിൽ ഡെസിമൽ വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഡെസിമൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡെസിമൽ വരുമ്പോൾ വെറുതെ പേടിക്കേണ്ട ആവശ്യമില്ല. ഡെസിമൽ വരുമ്പോൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഈ എക്സിന് പകരം എന്തെടുക്കുക, 0.5 എന്ന് കൊടുക്കുക. വൈക്ക് പകരം 0.4 എന്ന് കൊടുക്കുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 1.8 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മാത്രം മതി. ഓക്കെ അല്ലേ. ഓപ്ഷൻ എ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ചെക്ക് ചെയ്യുക, ഓപ്ഷൻ സി ചെക്ക് ചെയ്യുക, ഓപ്ഷൻ ഡി ചെക്ക് ചെയ്യുക. ഓപ്ഷൻ സിയിൽ അവർ 1/2 2/5 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഫ്രാക്ഷൻസിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. 1/5 എന്ന് പറഞ്ഞാൽ 0.5 എന്ന് വരും. 2/5 എന്ന് പറഞ്ഞാൽ 0.4 എന്നും വരും. ഇത് ഈ ഫ്രാക്ഷന് ഡെസിമലിലേക്ക് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. 2ഉം 5ഉം വരുന്നുണ്ട്, അതും ഡയറക്റ്റ് കൊടുത്തു നോക്കാം. ഇതും സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാം ഓപ്ഷൻ ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, എടുത്ത് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി എക്സസൈസ് ഡിയിലേക്ക് വരുന്ന സമയത്ത് എക്സസൈസ് ഡിയിൽ എക്സും വൈയും അതേപോലെ തന്നെ സെഡും കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 3 വേരിയബിൾ ആണ് എക്സസൈസ് ഡിയിൽ പറയുന്നത്. എക്സസൈസ് ഡിയിൽ 3 വേരിയബിൾ ആ പറയുന്നത്. എക്സസൈസ് സിയിൽ 2 വേരിയബിൾ ആണ്. എക്സസൈസ് ഡിയിൽ 3 വേരിയബിൾ. 3 വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക, എക്സും വൈയും ഉള്ളപ്പോൾ ഇത് എക്സും വൈയും സെഡും ഉള്ള കേസുകളാണ് ഇതിൽ പറയുന്നത്. എക്സും വൈയും സെഡും ആണെന്നുണ്ടെങ്കിൽ 2 നമ്പർ വരുമ്പോൾ x, y എന്നായിരിക്കും വരാന്ന് പറഞ്ഞു. സെഡും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ 3ാമത്തെ നമ്പർ ആയിരിക്കും സെഡിന് കൊടുക്കേണ്ടത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതുവരെ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് ഉണ്ട്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് ആണ്. 9ാമത്തെ ക്വസ്റ്റ്യന്റെ സെയിം മെത്തേഡ് തന്നെയായിട്ട് വരുന്നത്. എക്സിന് 0.2 കൊടുക്കുക, വൈക്ക് 0.5 കൊടുക്കുക. 2.1 കിട്ടുന്നുണ്ടോ സാറ്റിസ്ഫൈഡ് ആവണോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. ചെക്ക് ചെയ്തിട്ട് ഏതാ കിട്ടുന്നത് നോക്കിയാൽ മതി. 2 ആണെന്നുണ്ടെങ്കിലും എക്സിനും വൈക്കും ഈ വാല്യൂസ് കൊടുക്കുക. 6ഉം 9ഉം കൊടുക്കുക +1 കൊടുക്കുക. LHSഉം RHSഉം 28 തന്നെയാണ് കിട്ടുന്നത് നോക്കിയാൽ മതി. ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും 28 ആണ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ അല്ലേ. ഇനി അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ എക്സും വൈയും സെഡും ആണ് പറയുന്നത്. നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്നുള്ളത് അല്ലേ. 4 ഡിവൈഡ് ബൈ 4 = 3 ഡിവൈഡ് ബൈ 3 = 2 ഡിവൈഡ് ബൈ 2 1 = 1 എന്നാണ്. 4 ഇക്വേഷനിലും കൂടി കൊടുത്തിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ ചെക്ക് ചെയ്താൽ മതി. 7 × 4 28 + 8 × 3 24 + 5 × 2 10. 28 + 24 + 10 എന്ന് പറഞ്ഞാൽ 62 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് വരുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. എക്സിന് ഓപ്ഷനിൽ ഇത് എക്സിനും കൊടുക്കുക, ഇത് വൈക്കും കൊടുക്കുക, ഇത് സെഡിനും കൊടുക്കുക. സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ നോക്കുക. ഇത് എക്സിന് കൊടുക്കുക, വൈക്ക് കൊടുക്കുക, സെഡിന് കൊടുക്കുക. എക്സിന് കൊടുക്കുക, വൈക്ക് കൊടുക്കുക, സെഡിന് കൊടുക്കുക. എക്സിന് കൊടുക്കുക, വൈ കൊടുക്കുക, സെഡിന് കൊടുക്കുക. ഇതിൽ ഏതാണ് ഫസ്റ്റത്തേനായിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നത് നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഫസ്റ്റത്തേനായിട്ട് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ആ സാറ്റിസ്ഫൈഡ് ആവുന്നത് 2ാമത്തേനും 3ാമത്തേനായിട്ടും കൂടി സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ. ഇതും സെയിം എന്നാണ് കൊടുത്തു നോക്കുക. ഇത് എന്തായാലും 0 അല്ല. 0 ഇതിന് 0 0 0 വന്നാൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇതിനും 0 0 0 വന്നാൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇതിനും 0 0 0 വന്നാൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആട്ടോ ഇതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കൂടെ ഒന്ന് ജസ്റ്റ് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്
സെയിം തന്നെ ഇത് എക്സിന് കൊടുക്കുക, ഇത് വൈക്ക് കൊടുക്കുക, ഇത് സെഡിന് കൊടുക്കുക, എക്സിന് കൊടുക്കുക, വൈക്ക് കൊടുക്കുക, സെഡ് കൊടുക്കുക, എക്സിന് കൊടുക്കുക, വൈക്ക് കൊടുക്കുക, സെഡിന് കൊടുക്കുക, എക്സ് വൈ സെഡ്. ഓക്കെ അല്ല, കൊടുത്തിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നത് ചെക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. കാൽക്കുലേറ്റർ ഡയറക്റ്റ് അടിച്ചു കൊടുത്താൽ മതി, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ബേസിക് മാത്സ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, വേറെ ഒരു മാത്സോ കാര്യങ്ങളൊന്നും ഈ ക്വസ്റ്റ്യനിൽ വരുന്നില്ല. ബേസിക് മാത്സ് മാത്രമാട്ടോ ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യന് സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ എക്സും വൈയും മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. എക്സും വൈയും മാത്രമാണ്. എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, വൈക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? എക്സിന് 2 എന്ന് കൊടുക്കുക, വൈക്ക് 5 എന്ന് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യനിൽ എക്സിന് 5, വൈക്ക് 2 എന്ന് കൊടുക്കുക. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഏതാ സാറ്റിസ്ഫൈഡ് ആവുന്നതെന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇതിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് 2 ഇക്വേഷനാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇക്വേഷനും ഒന്ന് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ കുറച്ചും കൂടി ചെറുതായിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ ചെക്ക് ചെയ്താൽ മതി. ഇതും രണ്ടാമത്തേനായിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ, ഇതും രണ്ടാമത്തേനായിട്ട് ഏതാണ് ചെറിയ ഇക്വേഷന് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ കുറഞ്ഞിട്ടുള്ള ഇക്വേഷൻ, ആ ഇക്വേഷനായിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ നോക്കുക. ഏതെങ്കിലും ഒന്നായിരിക്കും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടാവും. ഇതന്നെ ആവണം നിർബന്ധമില്ല കേട്ടോ, ഏതെങ്കിലും ഒന്നായിരിക്കും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടാവും. ആ സാറ്റിസ്ഫൈഡ് ആവുന്നത് ഇതും കൂടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യന് x/0.01 പ്ലസ് y പ്ലസ് 0.05. ഓക്കെ, ഇക്വേഷൻ തന്നിട്ടുണ്ട്. സെയിം സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ ചെക്ക് ചെയ്താൽ മതി. എക്സ് വൈ കൊടുക്കുക, എക്സ് വൈ കൊടുക്കുക, എക്സ് വൈ കൊടുക്കുക, ക്വസ്റ്റ്യനിൽ കൊടുക്കുക. സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ ചെക്ക് ചെയ്യാം. 9 സെയിം മെത്തേഡ്, 10 സെയിം മെത്തേഡ്. ഓക്കെ, എക്സ് വൈ സെഡ് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇത്രയാണ് സിമ്പിൾ ഇക്വേഷനും സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷനും പറയാനുള്ളത്. സിമ്പിൾ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ അതിൽ 2 വേരിയബിൾ ഉണ്ട്, 3 വേരിയബിൾ ഉണ്ട്. 2 വേരിയബിൾ ആണെങ്കിൽ എക്സും വൈയും മാത്രം, 3 വേരിയബിൾ ആണെങ്കിൽ എക്സും വൈയും സെഡും ഉണ്ട്. ഓക്കെ അല്ല? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന എക്സസൈസ് ഈ വരുന്നത് ഇതിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടാണ് എക്സിന്റെ വൈന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം നോക്കാം. ചെറിയൊരു ബ്രേക്കിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതുവരെയുള്ള എല്ലാ എക്സസൈസും ജസ്റ്റ് ട്രൈ ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം. കിട്ടാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും കിട്ടും. കാൽക്കുലേറ്റർ ഉണ്ട്, കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? എന്നാൽ ചെറിയൊരു ബ്രേക്കിന് ശേഷം അടുത്ത നോക്കാം.